വെൽക്കം ബാക്ക്. ഹൗസ് വാമിംഗ് വീഡിയോ കണ്ട സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ കിച്ചൺ ടൂർ ഒന്ന് പോയാലോ? ഹോം ടൂറൊക്കെ നിങ്ങൾ ഒരുപാട് പോയി കാണും, കിച്ചൺ ടൂർ ആരും പോയി കാണത്തില്ല. അപ്പോൾ ഇന്ന് എന്തായാലും കിച്ചൺ ടൂർ ആവാം നമുക്ക്. പിന്നെ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ വളരെ ബുദ്ധിമുട്ടായ കാര്യമുള്ള ആയതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ഓൺ വോയിസ് ചെയ്യുവാണ്. നമ്മൾ തമ്മിൽ എന്തിനാണ് എഡിറ്റിങ്ങും കട്ടിങ്ങും ഒക്കെ. നമുക്കങ്ങ് പോവാം വീഡിയോയിലേക്ക്. ഇതാണ് എൻ്റെ അടുക്കള. അടുക്കള ഒരു കൊട്ടാരമാണെന്ന് പറഞ്ഞ പോലെയാണ്. കണ്ടില്ലേ, ഒരു ചെറിയൊരു ആർച്ചൊക്കെ വെച്ച് നമ്മൾ ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് പുറത്തേക്കുള്ള ഡോറാണ്. പിന്നെ ഇരിക്കുന്ന 2 ബക്കറ്റിലെ പെയിൻറ്റ് ബക്കറ്റ് എന്താണെന്നായിരിക്കും, അത് വേസ്റ്റ് ഇടാനുള്ള ബക്കറ്റാണ്. അടുത്തിരിക്കുന്നത് ഡ്രൈ വേസ്റ്റ് ഇടാനുള്ളതാണ്. ഒരു ചോദ്യം വേണ്ട. ഇത് നമ്മുടെ പുറം കാഴ്ചകൾ കാണാനായിട്ടൊരു ഗ്രില്ല് വെച്ചേക്കുന്നതേ ഉള്ളൂ. ഒരു മണി പ്ലാന്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പണ്ടത്തെ ഞാൻ പറഞ്ഞിട്ടല്ലോ, നമ്മൾ വീട് പണിയൊക്കെ ചെയ്ത് നമ്മളൊരു പെട്ടെന്ന് തട്ടിക്കൂട്ടിയാണ് കയറിയത്. അപ്പം നമ്മൾ വീട്ടിൽ മറ്റേ ഷെൽഫുകളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ പഴയ സ്റ്റാൻഡൊക്കെ എടുത്ത് വെച്ചാണ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ടുള്ളത്. നമ്മൾ സാധാരണ സൗകര്യത്തിന് വേണ്ടി. പിന്നെ ഒരു ചെറിയൊരു അടുപ്പുണ്ട്, വിറകടുപ്പാണ്. പിന്നെ ഗ്യാസുണ്ട്. പിന്നെ നമ്മുടെ പാത്രങ്ങൾ വയ്ക്കുന്ന സ്റ്റാൻഡ്. ബാക്കി പാത്രങ്ങളൊക്കെ ഇങ്ങനെ അടിയിൽ വാരി ഇട്ടിക്കുക. നമ്മൾക്ക് ഇപ്പോൾ പറഞ്ഞില്ലേ, സാധാരണ ഒരു രീതിക്ക് കയറിയതാണ്. ഇത് മറ്റൊരു സിങ്കാണ്. നമ്മൾ അടുക്കളയെ സെപ്പറേഷൻ ചെയ്തിട്ടില്ല. ഫുള്ളൊരു അടുക്കളയായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നമുക്കിപ്പം നമ്മൾ കബോർഡൊന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എല്ലാം ഇങ്ങനെ വാരി വെച്ചേക്കുവാണ് നമ്മൾ ചെയ്തിട്ടുള്ള. ഒരു സ്റ്റോറേജ് സ്പേസിലുള്ള സാധനങ്ങളെല്ലാം കൂടെ ഇങ്ങനെ കുത്തി നിറച്ച് വെച്ചേക്കുവാണ്, അടുക്കളയിലുള്ളതെല്ലാം കൂടെ. അത് നമ്മൾ വിറകൊക്കെയാണ് കേട്ടോ ആ ചാക്കിലൊക്കെ ഇരിക്കുന്നത്. പിന്നെ ഇതൊക്കെ നമ്മുടെ ഹൗസ് വാമിങ്ങിന് കിട്ടിയ ഗിഫ്റ്റുകളാണ്, ഈ മേളിലിരിക്കുന്ന ഐറ്റംസൊക്കെ. അതൊക്കെ ഇങ്ങനെ നമ്മളിവിടെ വെച്ചേക്കുവാണ്. പിന്നെ ഒരു സൈഡ് ഫുള്ള് ഗ്രൈൻഡർ, മിക്സി, അതുപോലെ നമ്മുടെ ബീറ്റർ, അങ്ങനെയുള്ള ഐറ്റംസാണ് ഇരിക്കുന്നത്. മറ്റേത് ഇലക്ട്രിക് കെറ്റിൽ, അതൊക്കെയാണ് ഇരിക്കുന്നത്. മറ്റേ ആ സൈഡിലിരിക്കുന്നത് മറ്റേ നമ്മുടെ ഗ്ലാസ് മുള്ളിൽ വെച്ചിരിക്കുന്ന അതിൻ്റെ 2 തട്ടെടുത്താണ്. അതിൽ നമ്മൾ കിച്ചണിലേക്ക് ആവശ്യമായ മല്ലിപ്പൊടി, മുളക് പൊടി, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം അവിടെയാണ് വെച്ചേക്കുന്നത്. പിന്നെ അവിടെ ചാരി വെച്ചിരിക്കുന്നുണ്ടല്ലോ, എൻ്റെ ചിരവയാണ്. പിന്നെ ഈ ഒരു സൈഡാണ് എൻ്റെ ഓവൻ ഇരിക്കുന്നത്. ഓവനകത്തിപ്പോൾ നമ്മൾ സ്പേസ് കുറവായിട്ട് സാധനങ്ങളൊക്കെ, സ്പേസ് കുറവായിട്ടല്ല, അടുക്കി വയ്ക്കാനുള്ള ഇതുകൊണ്ട് എല്ലാ സാധനങ്ങളും ഏകദേശം അവിടെയൊക്കെ തന്നെയാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇത് ഞാനെല്ലാം കാണിക്കുന്നുണ്ട്, എനിക്ക് നിങ്ങളോടൊന്നും വിളിക്കാനില്ല. ഇത് നമ്മുടെ വീട്ടിലുള്ള ക്ലീനിങ് ഐറ്റംസാണ്. ഒരു ചെറിയൊരു സ്റ്റൂൾ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു സൈഡിലാണ് ഞാൻ പച്ചമുളക്, തക്കാളി, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ ഞാൻ അങ്ങനെയൊന്നും വെക്കാറില്ല, ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ ഫ്രിഡ്ജ് ടൂറ്. ഇനി ഒരു ദിവസം സെപ്പറേറ്റ് പോകാം. കണ്ടൻറ്റ് വേണ്ടേ, കണ്ടൻറ്റ്.